ഹലോ ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് നാടൻ കോഴികളെ എങ്ങനെ വളർത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നാടൻ കോഴികളെ നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം, അതേപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ അവർക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കാം, അതേപോലെ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സെപ്പറേറ്റ് ആക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നാടൻ കോഴികളോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ബ്രീഡാണ് ഫയോമി കോഴികൾ. നമുക്ക് നാടൻ കോഴികൾക്ക് എന്തൊക്കെ തീറ്റയാണ് കൊടുക്കുന്നത് അത് മാത്രം കൊടുത്തുകൊണ്ട് നാടൻ കോഴികളോടൊപ്പം തന്നെ ഉഷാറായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു കോഴികളാണ് കേട്ടോ ഫയോമി കോഴികൾ. വീട്ടിൽ വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി തീറ്റ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു വേസ്റ്റ് ബിന്നാണ്. അതിൽ നമ്മൾ രാവിലെ മുതലുള്ള എല്ലാ വേസ്റ്റും ഇതിൽ കളക്ട് ചെയ്യണം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാലൻസ്, ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി കുറേ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചെത്തുമ്പോൾ അതിൻ്റെ തൊലി, പിന്നെ വീട്ടിൽ പച്ചക്കറിയൊക്കെ നന്നാക്കുമ്പോൾ അതിൻ്റെ തൊലി, അതിൻ്റെ കാമ്പ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൽ കളക്ട് ചെയ്യണം. എന്നിട്ട് ഈ വേസ്റ്റ് ബിന്നിലേക്ക് നമ്മൾ കുറച്ച് കൊപ്ര പിണ്ണാക്ക്, തവിട്, കോഴിത്തീറ്റ, ഇത് മൂന്നും കൂടി മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൊപ്ര പിണ്ണാക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് തവിടും കോഴിത്തീറ്റയും മാത്രം മിക്സാക്കി എടുത്താൽ മതിയാവും. അത് ഇതിപ്പോൾ കുറച്ച് ലൂസ് പരുവത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ചും കൂടി തവിട് ഇട്ടിട്ട് നമ്മൾ ടൈറ്റാക്കി എടുക്കണം. ഇത്ര ലൂസാകാൻ പാടില്ല, അത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ടൈറ്റാക്കി എടുക്കേണ്ടത്. ഈ ഒരു പരുവത്തിൽ കൊടുക്കുമ്പോൾ അവർ ഉഷാറായിട്ട് കൊത്തി തിന്നും. കാരണം നമ്മൾ ഡ്രൈ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഴിത്തീറ്റ അവർക്ക് തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ വെള്ളം വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ ചങ്ക് കെട്ടുന്നതായിട്ടൊരു ടെൻഡൻസി കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നമ്മളിത് രാവിലെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവർക്ക് തിന്നാനുള്ള തീറ്റ അതിലുണ്ടാവും. ഈ രീതിയിലാണ് ഞാൻ ചിലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ തീറ്റ തയ്യാറാക്കണ സമയത്ത് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കും അതിനുള്ളൊരു വെയിറ്റിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത തീറ്റ ഞാൻ കോഴിപ്പാത്രത്തിൽ, അതായത് കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന പാത്രമുണ്ട് എൻ്റെ അടുത്തിൽ, അതിലേക്ക് ഒഴിച്ച് കൊടുക്കാറാണ് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ കൂടുതൽ കോഴികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ നോക്കുക. അതിന് വലിയ വിലയൊന്നും വരുന്നില്ല കേട്ടോ, 150 രൂപ ആ റേഞ്ചിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും വന്നിട്ട് ഉഷാറായിട്ട് തിന്നും. വലിയ കോഴികളും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാ കോഴികൾക്കും ഞാൻ ഈ തീറ്റ തന്നെ കൊടുക്കാറ്. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തീറ്റ മാത്രമാണ് ഞാനിവിടെ ഫാമിൽ കൊടുക്കാറുള്ളൂ. ഒരു മാസം വരെ മാത്രമാണ് വെറും സ്റ്റാർട്ടർ അല്ലെങ്കിൽ പാക്കറ്റ് ഫീഡും വാങ്ങിക്കൊടുക്കുന്നത്. അതുവരെ ഒരു മാസത്തിന് ശേഷം എത്ര പ്രായ കോഴികളും ഈ ഒരു തീറ്റ മാത്രമാണ് കൊടുക്കുക. കോഴികൾക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഫയോമി കോഴികൾക്കും ഈ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. അതോടൊപ്പം ഞാൻ എൻ്റെ ഫാമിൽ വളർത്തുന്നുണ്ട്, ഗിനിക്കോഴികൾ വളർത്തുന്നുണ്ട്. ഗിനിക്കോഴികൾക്കും ഈ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് തീറ്റ ചിലവ് വളരെ ചുരുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റ് നമുക്ക് ഉഷാറായിട്ട് സംസ്കരിക്കാനും പറ്റും. നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റ് അവിടെ എവിടെയും കൊണ്ടുപോയിട്ടിട്ട് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല. ഇത് ഫുള്ള് അവർ തിന്നും. അവർക്ക് തിന്നിട്ട് ബാക്കി ബാലൻസുള്ള സംഭവങ്ങളുണ്ട്. അവർക്ക് തിന്നാൻ പറ്റാത്ത തൊലികൾ, ചിലപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആണെങ്കിലും അതേപോലെ വെജിറ്റബിൾസിൻ്റെ ആണെങ്കിലും ചില കാമ്പുകളും ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സംഭവങ്ങളും ചിലപ്പോൾ അവർ കഴിക്കില്ല. അതൊക്കെ അവരതിൽ അതിലുള്ള തീറ്റ ഫുള്ള് എടുത്തതിന് ശേഷം അത് മാത്രമാക്കിയിട്ട് അവിടെ ബാലൻസ് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്ന വേസ്റ്റ്, അവർ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വരുന്ന വേസ്റ്റും ഫാമിലെ വേസ്റ്റും എല്ലാം നമ്മൾ അടിച്ച് കൂട്ടിയിട്ട്, കോഴിക്കാഷ്ടമെല്ലാം നമ്മൾ അടിച്ച് കൂട്ടി അത് നമ്മൾ പച്ചക്കറിക്കും നമ്മുടെ വീട്ടിലെ ചെടികൾക്കൊക്കെ നല്ല വളമായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾക്ക് ഇപ്പോൾ ഫാമിലുള്ള ഫയോമി കോഴി കുഞ്ഞുങ്ങളാണ്. ഏകദേശം ഒരു 10 കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് ഓൾറെഡി ഓർഡർ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗിനിക്കോഴികൾ. ഒരു 3 ഗിനിക്കോഴിയാണ് ഞാൻ വളർത്തുന്നത്. ഗിനിക്കോഴി ഫാമിലുണ്ടായാൽ നല്ല ഉപകാരം കേട്ടോ. നമുക്ക് മറ്റുള്ള ജീവികളുടെ ബുദ്ധിമുട്ടും ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പാമ്പ്, അതേപോലെ കീരി, പൂച്ച, ഇതുപോലത്തെ എന്ത് ജീവികളെ കണ്ടാലും ഇവർ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവറ്റകളൊക്കെ ഓടും. അത് കാരണം തന്നെ നമുക്ക് ഇവരെ ഫാമിൽ വളർത്തുന്നത് നല്ലൊരു സേഫ്റ്റിയും കൂടിയാണ്. ഇവർക്കും ഞാൻ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലെ വേസ്റ്റും തീറ്റയും മിക്സ് ആക്കിയിട്ടുള്ള തീറ്റ തന്നെയാണ് നമ്മൾ ഇവർക്കും കൊടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾ നാടൻ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ മിക്സായിട്ട് വളർത്താൻ പറ്റുന്നൊരു നല്ലൊരു പിന്നെ ഐറ്റംസ് കോഴികൾ തന്നെയാണ് ഗിനിക്കോഴികൾ. ഇതാണ് നമ്മുടെ ഗിനിക്കോഴികളുടെ മുട്ടയാണ് ഈ കാണുന്നത്. ഇതുപോലത്തെ ഒരു ബോക്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരതിലേക്ക് കയറിയിട്ട് മുട്ട അങ്ങനെ ഇട്ടോളും. ഒരു ഡയമണ്ട് ഷേപ്പിലായിക്കോട്ടെ ഗിനിക്കോഴികളുടെ മുട്ട വരുന്നത്. വലിയ മുട്ട ഒന്നുമല്ല, ഏകദേശം ചെറിയ മുട്ട തന്നെയാണ്. പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഏകദേശം ഇപ്പോൾ ഒരു മാസമായ കോഴിക്കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇവർക്കും ഞാൻ കണ്ടല്ലോ ഈ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തീറ്റ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനും പറ്റും, തീറ്റ ചിലവ് വളരെ കുറക്കാനും പറ്റും. ഈ കോഴികൾ നമുക്ക് ഇനി അടുത്ത് നമ്മുടെ ഫാമിൽ സെയിൽസിന് ആയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിൽ കുറച്ച് ഫയോമി കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ നാടൻ പുള്ളി, പിന്നെ കാപ്പിരി കോഴികളുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കോഴിക്ക് ഒരു 8 മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ 5 കുഞ്ഞുങ്ങൾ മാത്രമേ വിരിഞ്ഞുള്ളൂ. അപ്പോൾ അതിനെ പിന്നെ കമ്പിക്കൂടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ പേപ്പർ വിരിച്ചിട്ട് അതിൽ തീറ്റ വിതറി കൊടുക്കും ഫസ്റ്റത്തെ ഒരു ദിവസം കേട്ടോ. ഒരു ദിവസത്തിന് ശേഷമാണ് ഈ പേപ്പർ ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മൾ പിന്നെ വെള്ളപ്പാത്രവും തീറ്റപാത്രമൊക്കെ വെച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ വിരിഞ്ഞിറങ്ങുന്ന ദിവസം നല്ല ഹൈജീനിക്കായ സ്ഥലത്ത് നിൽക്കാൻ പറ്റും. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നല്ല വൃത്തിയുള്ള സ്ഥലത്തിലേക്ക് കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റാൻ നോക്കണം. അങ്ങനെ ആകുമ്പോൾ അവർക്ക് അസുഖങ്ങൾക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഫസ്റ്റത്തെ 2-3 ആഴ്ച നമ്മൾ അവരെ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. ആ സമയത്ത് വാക്സിൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോഴികൾക്ക് വരുന്ന അസുഖങ്ങളായിട്ടുള്ള തൂക്കം, പിന്നെ കഫക്കെട്ട്, ചുമ, അതുപോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല വെയിറ്റിൽ നല്ല ഉഷാറായിട്ട് വളർന്നു വരും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. ആ കാര്യം നമ്മൾ എപ്പോഴും കോഴിക്കുഞ്ഞുങ്ങൾ വളർന്ന് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കോഴികളെ വളർത്താനും പിന്നെ കോഴികളെ വാങ്ങാനും ഒക്കെ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പിന്നെ ദയവായിട്ട് ചാനലൊന്ന് ഷെയർ ചെയ്യണം. ഇനി കുറച്ച് കോഴികൾ നമ്മൾ അടവെച്ചിട്ടുണ്ട്. അവരെ വീഡിയോസും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ നോക്കാം. 4 കോഴികളാണ് നമുക്ക് പടയിലുള്ളത്. ഒരു പുള്ളിക്കോഴി ഉണ്ട്, പിന്നെ ഒരു ചാരക്കോഴി ഉണ്ട്, പിന്നെ ലൈനേജിൽപ്പെട്ട 2 കോഴികളുണ്ട്. ഇവരെ കുഞ്ഞുങ്ങളാണ് നമുക്കിനി ഇറങ്ങാനുള്ളത്. ഇവരെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇവരെ വീഡിയോ ഇടും. ഇതിൽ കൂടുതലും പയോമി കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇനി വരാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ.